പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം തന്നെ 2025 സെപ്റ്റംബർ 17 തന്നെ പ്രധാനമന്ത്രി പദവി രാജിവെക്കുക എന്ന നിർദ്ദേശമാണ് RSS നൽകിയിരിക്കുന്നത്. എന്നാൽ RSS അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴിതാ ഗഡ്കരി കൃത്യമായും RSSന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ മേശപ്പുറത്ത് വെക്കുകയാണ്. അതായത് BJPയുടെ നടപടിക്രമങ്ങളിൽ RSS ചോദ്യം ചെയ്ത കൃത്യമായ ഇടപെടൽ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ട് വരികയാണ്. അതായത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ RSSന് വിധേയപ്പെട്ടല്ല പ്രവർത്തിക്കുന്നത്. RSSന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നില്ല. അവർ എടുക്കുന്ന തീരുമാനം RSSന്റേത് കൂടിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണിത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഗുണ്ട് തന്നെ പൊട്ടിച്ചിരിക്കുകയാണ് നിതിൻ ഗഡ്കരി. നമുക്കറിയാം, നിലവിലെ മന്ത്രിസഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നരേന്ദ്രമോദി രാജിവെച്ചാൽ BJPയുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അമിത്ഷായുടെ പ്രാധാന്യം നഷ്ടമാകും. അമിത്ഷായ്ക്ക് കേന്ദ്ര ആഭ്യന്തര പദവി നഷ്ടമാകും. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തക്കം പാർത്തിരിക്കുകയാണ്. നരേന്ദ്രമോദിയിൽ രണ്ടാമൻ എന്നാണ് അമിത്ഷായെ പരക്കെ പറയുന്നതെങ്കിലും രാജ്നാഥ് സിംഗിനെ സൈഡാക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് അമിത്ഷാ കാട്ടിക്കൂട്ടുന്നത്. സ്വതന്ത്ര മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന സീനിയോറിറ്റിയുള്ള സഹമന്ത്രിമാർ പലരും അസ്വസ്ഥരാണ്. അവരിൽ BJPക്കാരായിട്ടുള്ള 6ഓളം പേർ കൃത്യമായി കേന്ദ്രത്തിന്റെ നയങ്ങൾ, നിലവിലുള്ള ക്യാബിനറ്റിന്റെ നയങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരെ വകുപ്പിൽ നിന്ന് മാറ്റണം, ജനകീയരല്ലാത്തവരെ എല്ലാം മാറ്റണം. നിർമ്മല സീതാരാമൻ ഒരു രീതിയിലും ആ സ്ഥാനം വഹിക്കാൻ യോഗ്യയല്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ധനകാര്യമന്ത്രിക്കെതിരെ നടത്തിയിരുന്നത്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിരൂക്ഷമാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ശുപാർശ ചെയ്തപ്പോൾ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷനാണ് നടന്നത്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് ധനസമാഹരണം വഴി നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ കോർപ്പറേറ്റ് ടാക്സ് നികുതി അളവിൽ വലിയ തോതിലുള്ള ക്രമക്കേടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി വരുത്തിവെച്ചത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകളുടെ ഇഷ്ട കഥാപാത്രമായി നിർമ്മല സീതാരാമൻ തുടരുകയാണ്. കോർപ്പറേറ്റുകൾക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് അവർ ആ സ്ഥാനത്ത് തുടരുന്നത്. അവരെ ആ സ്ഥാനത്ത് തുടരാൻ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ രാഷ്ട്രീയം വിടുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവ് പോലും, അതായത് നിർമ്മലയുടെ ഭർത്താവ് പോലും അവർ ആ വകുപ്പിന് കൊള്ളാത്തവരാണ് എന്ന് എഴുതി തള്ളിയപ്പോൾ പോലും കോർപ്പറേറ്റുകൾ വലിയ തോതിൽ നിർമ്മലയെ കൈവിടാതിരുന്നത് കൊണ്ടാണ് അവർക്ക് വീണ്ടും ധനകാര്യമന്ത്രി സ്ഥാനം കിട്ടിയത്. ഇതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ RSS ചോദ്യം ചെയ്തു. ഗഡ്കരിയെ കണ്ട് നിരവധി സംഘടനകൾ നിർമ്മല സീതാരാമനെതിരെ ശക്തവും വ്യക്തവുമായ ആരോപണങ്ങൾ നയിച്ചു. മഹാരാഷ്ട്രയിൽ ഒരു റിബൽ ഗ്രൂപ്പ് തന്നെ BJPക്കുള്ളിലുണ്ട്. അതുൾപ്പെടെ നിരവധി വിഷയങ്ങൾ നരേന്ദ്രമോദിയുടെ രാജിയിലേക്ക് വഴിത്തിരിവാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.